ഇസ്രയേൽ അല്ലെങ്കിൽ നെതന്യാഹുവും ഹമാസും തമ്മിലുള്ള ഗാസയിൽ നിലനിൽക്കുന്ന എല്ലാ തർക്കങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. യുദ്ധം അവസാനിക്കാൻ പോകുന്നു. സമാധാന കരാറിൽ ഇരുകൂട്ടരും അംഗീകരിക്കാൻ പോകുന്നു. സമാധാനം പുലരാൻ പോകുന്നു എന്ന തരത്തിലാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനോട് ചേർന്ന് തന്നെ വരുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, മിഡിൽ ഈസ്റ്റിൽ എണ്ണ വിലയിൽ ഉൾപ്പെടെ കുറവുണ്ടാകാൻ പോകുന്നു എന്ന തരത്തിലാണ്. പക്ഷേ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, വിനോദ് സാർ, ആദ്യത്തേത്, യഥാർത്ഥത്തിൽ ഒരു സമാധാന കരാർ ഇനി ഗാസയിൽ പ്രാബല്യത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇരു കൂട്ടരും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം ഈ എണ്ണവിലയിൽ ഉൾപ്പെടെ കുറവുണ്ടാകും എന്ന് കേൾക്കുന്നു. അങ്ങനെ അതിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സമാധാന കരാർ നിലവിൽ വന്നാൽ ഇതിൽ നിന്നൊക്കെ ഇന്ത്യക്ക് എന്ത് ലാഭം? രണ്ട് ചോദ്യങ്ങൾ വിനോദ് സാർ. നീതു ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം തമ്മിൽ ബന്ധപ്പെട്ട ഒന്നാണ്. അതായത് ഒന്ന് നടക്കുമെങ്കിൽ മറ്റേത് നടക്കും. അതായത് ഗാസയിൽ സമാധാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എണ്ണവില കുറയും. അത് ഇന്ത്യക്ക് മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾക്ക് പ്രയോജനമുള്ള. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം, ഗാസയിൽ ശാശ്വതമായ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ, വെടിനിർത്തൽ ഉണ്ടായാൽ തന്നെ സമാധാനം ഉണ്ടാകുമോ എന്നുള്ളത് വളരെ ചോദിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ ഇപ്പൊ ട്രംപ് ആണ് അദ്ദേഹത്തിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രൂ സോഷ്യലിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഉടൻ നടക്കുമെന്നൊക്കെ പറയുന്നത്. അതിനൊരു പ്രധാന കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ ധൃതി പിടിച്ച് നടത്തിപ്പിക്കുന്നതിനൊരു കാരണമെന്ന് പറയുന്നത്, ഈ നോബൽ സമ്മാനം വന്ന് വാതിലിൽ മുട്ടി നിൽക്കുന്നു എന്ന് അദ്ദേഹം വിചാരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതും കൂടെ അങ്ങ് ശരിയാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ അതങ്ങ് കിട്ടിയേക്കും എന്നൊരു സങ്കല്പം പുള്ളിക്കുണ്ട്. അതിനുവേണ്ടി കരുക്കൾ നീക്കുന്നുണ്ടാവും. ഈ ഗാസയിലെ വെടിനിർത്തൽ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്നാം ഘട്ടം എന്തായാലും നടക്കാനൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ബന്ദികളുടെ മോചനമാണ്. ബന്ദികളുടെ മോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഹമാസ് തടവിലാക്കിയിരിക്കുന്ന 20ഓളം ജീവിച്ചിരിക്കുന്ന ഇസ്രായേലികളുണ്ട്. ഇസ്രായേലി ബന്ദികൾ പാലസ്തീൻ്റെ കയ്യിലുണ്ട്. പിന്നെ കണ്ടെത്താൻ കഴിയുന്ന മരിച്ചവരുടെ മൃതദേഹ അവശിഷ്ടങ്ങളും അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത് രണ്ടും വേണമെന്ന് തീർച്ചയായിട്ടും ഇസ്രായേലിനൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അതുപോലെ തന്നെ തടവുകാരുടെ കൈമാറ്റം, ഇതിന് പകരമായിട്ട് പാലസ്തീൻ്റെ ഏകദേശം 2000ഓളം പേര് ഇസ്രായേൽ തടവുകാരാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ ഒക്ടോബർ 7 ശേഷം ഇവർ തടവുകാരായി പിടിച്ച് അവർ പകരമായിട്ട് അവർ കുറെ പേരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് സ്ത്രീകളും കുട്ടികളും പോലും ഉണ്ട്. അപ്പൊ അവരെ ഈ വിട്ടയക്കണം എന്ന് പാലസ്തീൻ ആഗ്രഹമുണ്ട്. അതൊരു പക്ഷേ ഇസ്രായേൽ അതിന് റെഡി ആയിരിക്കും. കാരണം ഈ ബന്ദികളെ പരസ്പരം കൈമാറുന്നത് എല്ലാവർക്കും താല്പര്യമുള്ള ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സൈനിക പിന്മാറ്റമാണ്. ഇസ്രായേൽ സൈന്യം, അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്, ഗാസ മുനമ്പിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് പിന്മാറി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അതിർത്തിയിലേക്ക് മാറും എന്നുള്ളതാണ് ഈ ആദ്യഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. പിന്നെ ബന്ദികളുടെ അല്ലെങ്കിൽ തടവുകാരുടെ കൈമാറ്റത്തിനായി 72 മണിക്കൂർ നേരത്തേക്കുള്ള ഒരു താൽക്കാലിക വെടിനിർത്തൽ ആരംഭിക്കും എന്നൊരു ധാരണയുണ്ട്. ഒരു കണ്ടീഷനും കൂടെ പ്രധാനമായിട്ട് ഈ ആദ്യത്തെ സ്റ്റേജിലുള്ളത്, യു എൻ അന്താരാഷ്ട്ര ഏജൻസി വഴി ഗാസയിലേക്ക് ആവശ്യമായ മനുഷ്യത്വപരമായ സേവനം, അതിലെ സഹായം, ഭക്ഷണം, ഇന്ധനം, മരുന്നുകൾ, ഇവ തടസ്സമില്ലാതെ എത്തിക്കുവാനും അനുവദിക്കും. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ആണ്. അപ്പൊ ഇത് ഒരു പക്ഷേ നടന്നേക്കും വെച്ചാൽ എല്ലാവർക്കും വലിയ താല്പര്യമുണ്ട്. പക്ഷെ ഇതൊരു ഒന്നാം ഘട്ടമാണ്. പക്ഷെ ഇത് വിജയിക്കാനുള്ള അനുകൂല ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ അടിയന്തര ആവശ്യമാണ് അല്ലേ, ഈ ബന്ദികളെ വിട്ടയക്കുക എന്നുള്ള ഇരുപക്ഷത്തിന്റെ നേരത്തെ പറഞ്ഞ പ്രാഥമികമായ ആവശ്യമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഇത് വളരെ പ്രധാനമാണ്. അതായത് നെതന്യാഹുവിന് ഇസ്രായേലിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അല്ലെങ്കിൽ അത് അയാൾക്ക് എതിരെയുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശക്തമായ ഒരു മധ്യസ്ഥ ശ്രമം യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള നേരിട്ടുള്ള ഇടപെടല്, മാത്രമല്ല ഖത്തറുണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, ടർക്കി ഉണ്ട് തുടങ്ങിയ രാജ്യങ്ങളുടെ ശ്രമകരമായ ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മധ്യസ്ഥ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഈ കൈമാറ്റ ഇടപാട് ഒന്നാം ഘട്ടം പൂർണ്ണമായും ഒരു കൈമാറ്റ ഇടപെടെന്ന നിലയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൊണ്ട് ബാക്കി എല്ലാ വിഷയങ്ങളും, ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ രണ്ടാം ഘട്ടത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒന്നാം ഘട്ടം വിജയിക്കും. പക്ഷേ ഈ കരാറിന്റെ ദീർഘകാല വിജയത്തെ ബാധിക്കുന്ന വെല്ലുവിളികളും വിമർശനങ്ങളും കൂടെ ഒന്ന് നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. പാലസ്തീന്റെ ആവശ്യം എന്താണ്? ഇസ്രായേലിന്റെ പൂർണ്ണമായ സൈനിക പിന്മാറ്റവും യുദ്ധത്തിന്റെ അന്തിമ അവസാനവുമാണ്. അതായത് യുദ്ധം എന്നേക്കും അവസാനിക്കണം. ഇസ്രായേൽ ഒരു പരിധിവരെ പുറകോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ഈ അടിസ്ഥാനപരമായ വ്യത്യാസം, ലക്ഷ്യങ്ങളിലുള്ള വ്യത്യാസം രണ്ടാം ഘട്ടത്തിൽ ഈ കരാർ തകരാറിലാകാൻ കാരണമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സ്ഥിരമായ സമാധാനത്തിന്റെ ഒരു അഭാവം ഉണ്ട്. ഈ ട്രംപ് ഇതിനെ ചരിത്രപരമായ സമാധാനം എന്നൊക്കെ വിശേഷിപ്പിക്കുമെന്നുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒന്നാം ഘട്ടം ഒരു താൽക്കാലികമായ വെടിനിർത്തൽ മാത്രമായി തീരാനാണ് സാധ്യത. കാരണം ഞാൻ ഈ ഗാസയുടെ ഭാവി ഭരണം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തമായ ധാരണയില്ല. അതായത് ഇസ്രായേലിനും ഇല്ല, അതേസമയം പാലസ്തീൻ്റെ അതോറിറ്റിക്കും ഇല്ല. ഈ US ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യങ്ങൾ, US-ഉം ഇസ്രായേലും പറയുന്നത് ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്ന്. ഈ ഹമാസ് പറയുന്നത് ഈ പാലസ്തീൻ അതോറിറ്റിയുടെ പിന്തുണയുള്ള ഒരു ടെക്നോക്രാറ്റ് ഭരണത്തിന് മാത്രമേ അവർ വഴങ്ങൂ എന്നാണ്. ഈ വിശ്വാസ്യതയുടെ ഒരു വലിയ കുറവും കൂടി ഇതിനകത്തുണ്ട്. അതായത് മുൻ വെടിനിർത്തൽ കരാറുകളൊക്കെ എപ്പോഴും തകർന്നിട്ടുള്ള ചരിത്രമാണ് നമ്മൾ മുന്നിലുള്ളത്. അതിനാൽ ഈ ഇസ്രായേൽ ഇത് ലംഘിച്ചിട്ട് വീണ്ടും സൈനിക നടപടി ആരംഭിക്കില്ലെന്ന് ഹമാസിന് ഒരു ഉറപ്പുമില്ല. ഈ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഹമാസിന്റെ ഉന്മൂലനമാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയായാലും ഗാസയിലെ ഒരു മനുഷ്യത്വപരമായ ഒരു വലിയ ദുരിതമുണ്ട്. അതിനൊരു താൽക്കാലികമായ പരിഹാരം നേടാൻ അല്ലെങ്കിൽ കാണാൻ വേണ്ടി ഈ ആദ്യഘട്ട ഈ വെടിനിർത്തലിനും സമാധാന കരാറിനുമൊക്കെ കഴിയുമെങ്കിലും ഈ ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അവരങ്ങനെയൊന്നും ആയുധം താഴെ വയ്ക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗാസയുടെ ഭാവി ഭരണത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുക. ഇത് ആര് ഭരിക്കും, ആർക്കായിരിക്കും കൺട്രോള്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹമാസ് അവിടെ നിന്ന് പുറത്തു പോകണമെന്നുള്ളതാണ്. ഈ ഹമാസിനെ പുറത്താക്കാൻ പാലസ്തീൻ അതോറിറ്റി വിചാരിച്ചാൽ നടക്കുമോ എന്നൊക്കെ ഉള്ളത് വലിയ വലിയ ചോദ്യചിഹ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷം അടിസ്ഥാന വിഷയങ്ങളിലുള്ള ചർച്ചകൾ ആരംഭിക്കുമ്പോൾ, രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുമ്പോൾ അത് ഒരു സമവായത്തിലെത്താനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് വീണ്ടും യുദ്ധം ശക്തമായി പുനരാരംഭിക്കാനാണ് പൊതുവെയുള്ള കാണുന്ന ഒരു സാധ്യത. ഇനിയിപ്പം ഇതിനെതിരായിട്ട് സംഭവിച്ചു തുടങ്ങുന്നൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു സാധ്യത അങ്ങനെ അവിടെ കിടപ്പുണ്ട്. ഇനി നേരത്തെ നീത്ത് ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമാണ് ഈ ഗാസ വെടിനിർത്തൽ പ്രഖ്യാപനം ആഗോള സാമ്പത്തിക വിപണിയിൽ, പ്രത്യേകിച്ച് എണ്ണ വിലയിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കും? അങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുകയാണെങ്കിൽ അതിന് വലിയ സ്വാധീനമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണവില തീർച്ചയായിട്ടും കുറയും. മാത്രം ഓഹരി വിപണികളൊക്കെ കുതിച്ചു വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഈ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗാസയിലെ സംഘർഷം എന്ന് പറയുന്നത് ഒരു പ്രാദേശികമായിട്ടുള്ള യുദ്ധമാണെങ്കിലും അത് ഈ മധ്യേഷ്യ എന്ന് പറയും, മിഡിൽ ഈസ്റ്റ്, രാഷ്ട്രീയ സ്ഥിരതയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അത് കൊണ്ട് തന്നെ എന്ന് വെച്ചാൽ അവിടെ നിന്നാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ക്രൂഡ് ഓയിലും ഗ്യാസും ഒക്കെ എല്ലാ സ്ഥലത്തോട്ടും പോകുന്നത്, ലോകത്തിന്റെ എല്ലാ സ്ഥാനത്തിലോട്ടും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ അത് വലിയ സ്വാധീനം ചെലുത്തും. ഈ കാരണം ഈ മറ്റ് ഈ രാജ്യങ്ങൾ, ഇപ്പൊ ഇറാനൊക്കെ ഉള്ള രാജ്യങ്ങൾ സംഘർഷത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇറാനിൽ നിന്നൊക്കെയാണ് ധാരാളം എണ്ണ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഇറാൻ ഉപരോധമുള്ളത്. അപ്പം എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം എന്നുള്ള ഒരു സങ്കല്പത്തിൽ എണ്ണവില കുതിച്ചുയർന്നതിൻ്റെ ഒരു കാരണം തന്നെ അതാണ്. ഇനി ഈ വെടിനിർത്തൽ വരുമെന്ന് പറയുമ്പോൾ തന്നെ എണ്ണവില കുറയുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും എണ്ണവില കുറഞ്ഞാൽ ഇന്ത്യക്ക് വലിയൊരു ഗുണമാണത്. കാര്യം വെച്ചാൽ ഇന്ത്യയുടെ കാര്യമാണല്ലോ നേരത്തെ നീത്തു ചോദിച്ചത്. കാരണം നമ്മുടെ 85 മുതൽ 90% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന രാജ്യം നമ്മുടെ അങ്ങനത്തെ ഒരു രാജ്യമാണ്. അപ്പൊ ഈ അതിന്റെ എണ്ണവില കുറയുന്നത് നമുക്ക് വലിയൊരു സാമ്പത്തിക നേട്ടമാണ്. വ്യാപാര കമ്മി കുറയും, പണപ്പെരുപ്പം കുറയും. അപ്പൊ അതുകൊണ്ട്
ഇത് നടന്നു കിട്ടിയാൽ ഇന്ത്യക്ക് വലിയ ഗുണമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത് നടക്കുകയോ ഇല്ലയോ, അത് എത്ര നാളത്തേക്ക് ഉണ്ടാകും, വീണ്ടും യുദ്ധം തുടങ്ങുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് നീതു ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ഇത് രണ്ട് കൂട്ടരെയും മറ്റവർക്ക് വിശ്വാസമില്ല. തൽക്കാലം ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ തന്നെ അടുത്ത പ്രശ്നത്തിലോട്ട് പോകാനാണ് എല്ലാ സാധ്യത. പിന്നെ അവിടെ ഹൂത്തികളുണ്ട്, ഹിസ്ബുള്ളയുണ്ട്. ഇവന്മാരൊക്കെ ഒരു മിസൈൽ കൊണ്ടിട്ടിട്ട് അത് ഹമാസിന്റെ തലയിൽ വയ്ക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇപ്പോഴത്തെ നില. ഉറപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഈ ഗാസ യുദ്ധം അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് പ്രശ്നം പെട്ടെന്നൊന്നും അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന മറ്റു ചില ശക്തികൾ കൂടിയുണ്ട്. അത് ഈ പറയുന്നത് പോലെ ഹൂതികളാവാം, ഹിസ്ബുള്ളയാവാം. അങ്ങനെ അത്തരത്തിൽ അവരൊരു പ്രവൃത്തി ചെയ്തിട്ട് ഹമാസിന്റെ തലയിൽ കൊണ്ടുവന്നിട്ടാൽ വീണ്ടും ഗാസയ്ക്ക് നേരെ, അല്ലെങ്കിൽ ഗാസയിൽ ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല എങ്കിൽ പോലും ഗാസ കൂടുതൽ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഹമാസിനെതിരെ കൂടുതൽ ശക്തമായ നീക്കങ്ങൾ ഇസ്രയേലിന്റെയും നെതന്യാഹുവിന്റെയും ഭാഗത്തു നിന്നുണ്ടാവും. എന്തായാലും ഈ സമാധാന കരാർ പ്രാക്ടിക്കൽ ആവാൻ എത്രത്തോളം ഒരു സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്, വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.